CPM ബന്ധം ഉപേക്ഷിച്ച് ഒറ്റപ്പാലത്ത് UDF സ്ഥാനാർത്ഥിയാക്കാൻ ഉറപ്പിച്ച് PK ശശി. UDF പിന്തുണയോടെ CPM വിമതരുടെ കൂട്ടായ്മ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ശശി മത്സരിക്കുമെന്നാണ് സൂചനകൾ. തെരഞ്ഞെടുപ്പിൽ സഹായം തേടി ഒറ്റപ്പാലം മണ്ഡലത്തിലെ UDF നേതാക്കളെ ശശി സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. UDF നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പിൽ സഹായം തേടി ശശി കോൺഗ്രസ് ലീഗ് നേതാക്കളെ കണ്ടത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. CV അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, PK ശശി കഴിഞ്ഞ കുറേ കാലങ്ങളായി പാർട്ടിയുമായി അത്ര രസത്തിലല്ല. അദ്ദേഹം ഈയിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനം പാർട്ടി നൽകിയ സ്ഥാനം രാജിവെക്കുകയും മറ്റും ചെയ്തത്. ഇപ്പോൾ ഒറ്റപ്പാലത്ത് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ടോ? UDF ഇതിന് പച്ചക്കൊടി വീശിയിട്ടുണ്ടോ? രഞ്ജിത്ത്, PK ശശി ഇന്ന് CPM വിമതരുടെ കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമൊന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇതിന് നിലപാട് പ്രഖ്യാപിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് PK ശശി ഇന്ന് പറയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം UDFിലേക്ക് ഒറ്റപ്പാലത്ത് മത്സരിക്കുക, UDF സ്വന്തമായ ഒറ്റപ്പാലത്ത് മത്സരിക്കുക ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. UDFിനെ സംബന്ധിച്ചാണെങ്കിലും വലിയൊരു വിഭാഗം അതിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പാർട്ടി വിട്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ പൊതുപരിപാടിയിൽ അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ പറയുമെന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം. നേരത്തെ തന്നെ ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുവാനോ അതിന് വിശദീകരണം നൽകുവാനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പാലക്കാട് ചേരുന്ന ഈ വിമത കൺവെൻഷനിൽ PK ശശി എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നുള്ളത് അദ്ദേഹത്തിന്റെ തുടർ രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല അതിനോടുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും ഇന്നുണ്ടായേക്കും. എന്നാണെങ്കിലും പാലക്കാട് CPMന്റെ വലിയ ഒരു വിഭാഗം പാർട്ടി നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുമ്പോൾ PK ശശി അവർക്ക് നേതൃത്വം നൽകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത് നിൽക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം. ശരി, CV അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.